നമ്മുടെ മണ്ണിൻ്റെ ആരോഗ്യം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാന കാരണം നമ്മുടെ മണ്ണിലെ ജൈവാംശം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. ആധുനിക കാലഘട്ടത്തിൽ ജൈവാംശം വർദ്ധിപ്പിക്കുന്നതിനും അതേപോലെ തന്നെ വിഷരഹിതമായിട്ടുള്ള പരമാവധി വിഷം കുറഞ്ഞിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായി ജൈവ പദാർത്ഥങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുള്ള കൃഷിയാണ് നമ്മുടെ ജൈവ കൃഷി എന്ന് പറഞ്ഞു വരുന്നത്. വളരെയധികം പ്രസക്തിയുള്ള ഒരു കൃഷി സമ്പ്രദായമാണ് ജൈവകൃഷി. മണ്ണിലെ മൂലകങ്ങൾ നൽകാനുള്ള കഴിവും അതേപോലെ തന്നെ അണുജീവികളുടെ വളർച്ചയും ത്വരിതപ്പെടുത്തിക്കൊണ്ട് മണ്ണിലുള്ള എല്ലാ നല്ലവിധ പ്രവർത്തനങ്ങളും ത്വരിതഗതിയിൽ നടക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജൈവകൃഷി വിഭാവനം ചെയ്തിട്ടുള്ളത്. കൃഷിയോടുള്ള താല്പര്യം ഇന്ന് നമ്മുടെ ഇടയിൽ കൂടി വന്നിട്ടുണ്ട്. നമുക്കാവശ്യമായ പച്ചക്കറികളും പഴങ്ങളുമെല്ലാം നമ്മുടെ വീടുകളിൽ തന്നെ വിളയിച്ചെടുക്കുന്നതാണ് നല്ലത് എന്ന സത്യം നമ്മൾ ഓരോരുത്തരും ഉൾക്കൊണ്ടു കഴിഞ്ഞു. ഈ ഉദ്യമത്തിൽ പങ്കാളികളാകുന്നവർ ആഗ്രഹിക്കുന്നത് പൂർണ്ണമായും ജൈവ രീതിയിലുള്ള കൃഷി തന്നെയാണ്. ഏറ്റവും ശ്രേഷ്ഠമായ ഈ ആഗ്രഹത്തിലേക്കുള്ള പ്രയാണത്തിൽ ഇന്ന് വിഘ്നം നിൽക്കുന്നത് ജൈവവളങ്ങളുടെയും കീടനിയന്ത്രണോപാധികളുടെയും ലഭ്യതക്കുറവാണ്. ജൈവവളങ്ങളും കീടനിയന്ത്രണോപാധികളും നമുക്ക് തന്നെ വീടുകളിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ ജൈവകൃഷിയിൽ വിജയം സുനിശ്ചിതമാണ്. ഈ മഹനീയ ലക്ഷ്യത്തിലേക്ക് സഹായകമായ ചില ജൈവക്കൂട്ടുകളെ നമുക്ക് പരിചയപ്പെടാം. കൃഷി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം അന്വേഷിക്കുക ചാണകമാണ്. പശുവും തൊഴുത്തുമുള്ള വീടുകളിൽ കൃഷിപ്പണിക്കായി ഉപയോഗിക്കാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ജൈവവളമാണ് ചാണകം. ജൈവകൃഷിയിലേക്ക് ഒരാൾ ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ടും പശു അല്ലെങ്കിൽ പോത്തോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ സ്വന്തം ഒരേക്കറക്ക് ഒന്ന് എന്നുള്ള കണക്കിൽ ഒരു പശു ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത്. ചാണകവും ഗോമൂത്രവും വീട്ടിലുണ്ടെങ്കിൽ ജൈവ ഉപാധികൾക്കായി മറ്റെങ്ങും പോകേണ്ടതില്ല. പക്ഷേ ഇന്ന് പശുവും തൊഴുത്തുമുള്ള വീടുകൾ വിരളമാണ്. ഈ അവസ്ഥയിലാണ് നമ്മൾ കമ്പോസ്റ്റ് തേടിപ്പോകുന്നത്. കമ്പോസ്റ്റ് പല വിധത്തിലുമുണ്ടെങ്കിലും അതിൽ ഏറ്റവും നല്ലത് മണ്ണിരയുടെ ശരീരത്തിലൂടെ രാസപരിണാമം നടന്ന് പുറത്തുവരുന്ന മണ്ണിര കമ്പോസ്റ്റാണ്. ഒട്ടനവധി എൻസൈമുകളും മൂലകങ്ങളും അടങ്ങിയ മണ്ണിര കമ്പോസ്റ്റ് ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്താൻ സഹായിക്കുന്ന ഉത്തമ വളമായാണ് കണക്കാക്കുന്നത്. മണ്ണിര കമ്പോസ്റ്റ് വീടുകളിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും. ഇതിനായി 2.5 അടി വീതിയും ഉയരവുമുള്ള ഒരു ടാങ്ക് ഉണ്ടാക്കണം. നീളം ലഭ്യമാകുന്ന മാലിന്യത്തിൻ്റെ അളവനുസരിച്ച് ക്രമപ്പെടുത്താം. വിവിധ അറകളിലാക്കി തിരിക്കുന്നത് കമ്പോസ്റ്റ് എക്കാലത്തും ലഭ്യമാക്കാൻ സഹായിക്കും. ടാങ്കിന് ചുറ്റും വെള്ളം നിർത്തുന്നത് ഉറുമ്പുകളിൽ നിന്നും മണ്ണിരയെ സംരക്ഷിക്കാൻ സഹായിക്കും. അതുപോലെ മുകളിൽ തണൽ കൊടുക്കുന്നതും വലകൊണ്ട് മൂടുന്നതും മണ്ണിരയുടെ സംരക്ഷണത്തിന് അത്യാവശ്യമാണ്. അപ്പോൾ ഒരു കുഴിയിൽ നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ സിമൻറ്റ് പാവിയിട്ടുള്ള ഫ്ലോറിലായിരിക്കും നമ്മൾ നിലത്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അതിൽ പിന്നെ അടിയിൽ ഒരു നിര ചകിരി അല്ലെങ്കിൽ ഓട് നിരത്തിയിട്ട് അതിൽ മുകളിൽ വേണം വേസ്റ്റ് ഇടുവാൻ. ഈ വേസ്റ്റ് ഒതുങ്ങിയതിന് ശേഷം മാത്രം ഇടയ്ക്കിടയ്ക്ക് ഓരോ ലെയറിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറച്ച് ചാണക സ്ലറി ഒഴിച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് വേസ്റ്റൊക്കെ ഒന്ന് ഒതുങ്ങി വന്നതിന് ശേഷം മാത്രമേ അതിലേക്ക് ആവശ്യത്തിനുള്ള മണ്ണിരയെ നിക്ഷേപിക്കാൻ പാടുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നനച്ചുകൊണ്ടിരിക്കുക. 1.5 മാസത്തോളം നമുക്ക് ഈ പ്രക്രിയ തുടർന്ന് കഴിഞ്ഞാൽ 1.5 മാസം 2 മാസം കൊണ്ട് നമുക്ക് വളരെ സമ്പുഷ്ടമായിട്ടുള്ള മണ്ണിര കമ്പോസ്റ്റ് ലഭിക്കുന്നതാണ്. മണ്ണിര കമ്പോസ്റ്റിൽ നിന്ന് ഊർന്നു വരുന്ന ലായനിയാണ് വെർമി വാഷ്. ഇത് ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനും കായ്കളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും.
നമ്മുടെ വീടുകളിലൊക്കെ പച്ചക്കറി ചെയ്യുമ്പോൾ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറി ചെയ്യുന്നതിന് വളരെയധികം സഹായിക്കുന്ന ഒരു വസ്തുവാണ് നമ്മൾ മണ്ണിര വാഷ് എന്ന് പറയുന്നത്. ഇതുപയോഗിച്ച് നമുക്ക് ചെടികൾക്ക് ആവശ്യമുള്ള എല്ലാ മൂലകങ്ങളും തന്നെ നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കും. വളരെ ത്വരിതഗതിയിലുള്ള വളർച്ച നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാൻ സാധിക്കും. വീട്ടിലെ ജൈവമാലിന്യത്തിൽ നിന്ന് വെർമി വാഷ് നേരിട്ടുണ്ടാക്കുന്ന ഒരു സംവിധാനം പരിചയപ്പെടാം. ഇതിനായി വലിയ ഒരു പാത്രം ആദ്യം എടുക്കണം. ഇതിലേക്ക് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് നടുക്ക് ഓട്ട തുളച്ച് കമഴ്ത്തി വയ്ക്കുക. തുടർന്ന് 1.5 അടി നീളവും 1.5 ഇഞ്ച് വ്യാസവുമുള്ള ഒരു പൈപ്പ് എടുത്ത് അതിൻ്റെ വശങ്ങളിൽ ദ്വാരമിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇറക്കി വയ്ക്കുക. തുടർന്ന് ഒരു നിര ചകിരി അല്ലെങ്കിൽ ഓട് വേസ്റ്റ് ബാസ്ക്കറ്റിന് ചുറ്റും ഇടുക. അതിലേക്ക് വീട്ടിലെ മാലിന്യവും മണ്ണിരയും നിക്ഷേപിക്കുക. മണ്ണിര സാവധാനത്തിൽ ജൈവമാലിന്യത്തിൽ പ്രവർത്തനം ആരംഭിക്കും. ഈ സമയത്ത് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു ദിവസം വയ്ക്കുക. തുടർന്ന് ഊർന്നു വരുന്ന ലായനി PVC പൈപ്പിൻ്റെ നടുവിൽ നിന്ന് വലിച്ചെടുക്കുക. വെർമി വാഷ് എന്ന് വിളിക്കുന്ന ഈ ലായനി ചെടികളുടെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. വെർമി വാഷ് 100 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ചാണ് ചെടികൾക്ക് തെളിച്ചു കൊടുക്കേണ്ടത്. മണ്ണിര കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി മണ്ണിരയുടെ ലഭ്യതയാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ ചാണക സ്ലറിയിൽ മണ്ണിരയെ ഇടുക. മണ്ണിര പെട്ടെന്ന് പെരുകിക്കിട്ടാൻ ഈ രീതി സഹായിക്കും. ഇനി മണ്ണിരയൊന്നുമില്ലാതെ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു രീതി പരിചയപ്പെടുത്താം. പൈപ്പ് കമ്പോസ്റ്റ് എന്ന് വിളിക്കുന്ന ഈ രീതി വഴി വീട്ടിൽ തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ഇതിനായി 1.25 മീറ്റർ നീളവും 8 ഇഞ്ച് വ്യാസവുമുള്ള ഒരു പൈപ്പ് മണ്ണിൽ കുഴിച്ചിടണം. പൈപ്പിൻ്റെ അടിയിൽ കുറച്ച് ദ്വാരങ്ങളിടുന്നത് അമിതമായ വെള്ളം വാർന്നു പോകാൻ സഹായിക്കും. പൈപ്പിൻ്റെ അടിയിൽ ഒരു നിര ചകിരി അല്ലെങ്കിൽ ഓട ഇടുക. അതിലേക്ക് ജലാംശം കുറഞ്ഞ വീട്ടിലെ ജൈവമാലിന്യങ്ങൾ ചേർക്കുക. പുഴുവിൻ്റെ ആക്രമണവും ദുർഗന്ധവും ഒഴിവാക്കാൻ വേപ്പിൻ പിണ്ണാക്ക് അല്ലെങ്കിൽ EM ലായനി ഇടയ്ക്കിടയ്ക്ക് ചേർക്കുന്നത് നല്ലതാണ്. 30 മുതൽ 40 ദിവസം കൊണ്ട് കമ്പോസ്റ്റ് തയ്യാറാകും. ഇത് വീട്ടിൽ വളർത്തുന്ന ചെടികളുടെ കടക്കിൽ ഇട്ടുകൊടുക്കുക. ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങൾ മണ്ണിലുണ്ടായിട്ട് കാര്യമില്ല. അവ ചെടിക്ക് വലിച്ചെടുക്കാവുന്ന രീതിയിൽ മാറ്റിയെടുക്കാൻ സൂക്ഷ്മാണുക്കൾ മണ്ണിൽ ധാരാളമായി വേണം. സൂക്ഷ്മാണുക്കളുടെ എണ്ണം കൂട്ടാൻ സഹായിക്കുന്ന ചില ജൈവക്കൂട്ടുകളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ഇതിൽ ഏറ്റവും എളുപ്പം ഉണ്ടാക്കാവുന്ന ഒന്നാണ് പുളിപ്പിച്ച കടലപ്പിണ്ണാക്ക്. ഇത് എല്ലാവരുടെയും വീട്ടിൽ തന്നെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഇതിനായി കടലപ്പിണ്ണാക്കും വേപ്പിൻ പിണ്ണാക്കും 1/2 കിലോ വീതം ഒരു പാത്രത്തിലേക്കിടുക. 5 ലിറ്റർ വെള്ളം അളന്ന് ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ഉണ്ടാക്കിയ മിശ്രിതം 10 ദിവസം പുളിപ്പിക്കാനായി അടച്ചുവെക്കുക. അതിനുശേഷം 1 ലിറ്റർ ലായനി എടുത്ത് അതിലേക്ക് 10 ലിറ്റർ വെള്ളം ചേർത്ത് ചെടികളുടെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുക. ഇത് ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുവാൻ സഹായിക്കും. ആഴ്ചയിലൊരിക്കലോ അല്ലെങ്കിൽ 10 ദിവസത്തിലൊരിക്കലോ നമുക്ക് ഈ ലായനി പച്ചക്കറികൾക്കായിട്ട് നൽകാം. ചിലപ്പോൾ പച്ചച്ചാണകം പുളിപ്പിച്ചതും ഈ ലായനിയുടെ കൂടെ ചേർത്ത് പച്ചക്കറികൾക്ക് നൽകാറുണ്ട്. അതും നല്ല ഫലം നൽകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇതുപോലെ തന്നെ വീട്ടിൽ എളുപ്പമുണ്ടാക്കാൻ കഴിയുന്ന ഒരു ജൈവക്കൂട്ടാണ് എഗ് അമിനോ ആസിഡ്. ഇത് ചെടികളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനോടൊപ്പം കാൽസ്യം കൊണ്ടുണ്ടാകുന്ന വളർച്ചാക്കുറവ് പരിഹരിക്കാനും സഹായിക്കും. എഗ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നതിന് ആദ്യമായി 20 ചെറുനാരങ്ങ പിഴിഞ്ഞ് നീരെടുക്കുക. ഇതിലേക്ക് 8 മുട്ട തൊണ്ടോടുകൂടി പൊട്ടാതെ ഇറക്കി വയ്ക്കുക. മുട്ടകൾ നാരങ്ങാ നീരിൽ പൂർണ്ണമായി മുങ്ങിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണം. കുപ്പിയടച്ച് ഇത് അനങ്ങാതെ 10 ദിവസം വയ്ക്കുക. 10 ദിവസത്തിന് ശേഷം മുട്ട നന്നായി ഇളക്കി നാരങ്ങാ നീരിൽ അലിയിക്കുക. തുടർന്ന് 250 ഗ്രാം ശർക്കര ഉരുക്കിയ ലായനി ഇതിലേക്ക് ചേർത്ത് 10 ദിവസം കൂടി വയ്ക്കുക.
ഇന്ന് പച്ചക്കറികളിൽ വളരെ വ്യാപകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കാൽസ്യത്തിൻ്റെയും മറ്റ് സൂക്ഷ്മ മൂലകങ്ങളുടെയും അഭാവം. ഇതൊരു പരിധിവരെ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ജൈവക്കൂട്ടാണ് എഗ് അമിനോ അമ്ലം. ഇത് നമുക്ക് വീടുകളിൽ തന്നെ തയ്യാറാക്കാൻ സാധിക്കുന്നതാണ്. ഒരു 2 തൊട്ട് 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി പച്ചക്കറികൾക്കും മറ്റു ചെടികൾക്കും നൽകാവുന്നതാണ്. ചെടിയുടെ വളർച്ച കൂട്ടുന്നതോടൊപ്പം ചാഴിയുടെ ആക്രമണത്തെ തടയുവാൻ കഴിവുള്ളതുമായ മറ്റൊരു ജൈവക്കൂട്ടാണ് മത്തി ശർക്കര മിശ്രിതം. ഇത് ഉണ്ടാക്കുന്നതിനായി 1 കിലോ മത്തിയും 1 കിലോ ശർക്കരയും എടുക്കണം. മത്തിയും ശർക്കരയും നന്നായി അരിയുക. തുടർന്ന് ഒരു പാത്രത്തിൽ ആദ്യം ഒരു നിര മത്തിയിടുക. തുടർന്ന് ഒരു നിര ശർക്കര ചേർക്കുക. മുകളിൽ ശർക്കരയുടെ ഒരു നിര വരത്തക്ക വിധം പാത്രത്തിൻ്റെ പകുതി വരെ നിറച്ച് നന്നായി അടയ്ക്കുക. 20 ദിവസം കൊണ്ട് മത്തി ശർക്കര മിശ്രിതം തയ്യാറാകും. ഇത് അരിച്ചെടുത്ത് ചെടികളിൽ സ്പ്രേ ചെയ്യാം. വളർച്ച കൂട്ടാൻ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിലും ചാഴിക്കെതിരെ 20 മില്ലി 1 ലിറ്റർ വെള്ളത്തിലും എന്ന അനുപാതം പാലിക്കുക. പച്ചക്കറിയുടെ വളർച്ചയെ കൂട്ടാൻ കഴിയുന്ന ഒരു നല്ല ജൈവ കൂട്ടാണ് മത്തി ശർക്കര മിശ്രിതം. ഇത് 5 മുതൽ 10 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന കണക്കിലാണ് പച്ചക്കറിക്ക് സ്പ്രേ ചെയ്യേണ്ടത്. മത്തി ശർക്കര മിശ്രിതം നെല്ലിലെ ചാഴിക്കെതിരെ ഉപയോഗിച്ചു വരുന്നു. നല്ല ഫലമാണ് പല പാടശേഖരങ്ങളിൽ നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ കീടരോഗത്തിനായിട്ട് മത്തി ശർക്കര ഉപയോഗിക്കുമ്പോൾ 15 മുതൽ 20 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അനുപാതമാണ് നമ്മൾ പാലിക്കേണ്ടത്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ജീവാമൃതം എന്ന ജൈവക്കൂട്ടിനെ കുറിച്ചാണ്. ജീവന് അമൃതേകി സംരക്ഷിക്കുവാൻ കഴിവുള്ള ഈ ജൈവ മിശ്രിതം ഉണ്ടാക്കുന്നത് ചാണകത്തിൽ നിന്നാണ്. നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവുമാണ് ഇതിൻ്റെ പ്രധാന ചേരുവകൾ. ഇതിനു പുറമെ 2 കിലോഗ്രാം ശർക്കര, 2 കിലോഗ്രാം പയറുപൊടി, 200 ലിറ്റർ വെള്ളം, തോട്ടത്തിൽ നിന്ന് 1 പിടി മണ്ണ് എന്നിവ വേണം. ആദ്യം 10 കിലോ ചാണകം ഒരു വലിയ പാത്രത്തിലേക്ക് ചേർക്കുക. ഇതിലേക്ക് 10 ലിറ്റർ ഗോമൂത്രം ചേർത്ത് ലയിപ്പിക്കുക. 2 കിലോഗ്രാം പയറുപൊടി ചേർക്കുക. തുടർന്ന് 2 കിലോഗ്രാം ശർക്കര നന്നായി പൊടിച്ച് ഈ ലായനിയിലേക്ക് ചേർക്കുക. ഇതിനുശേഷം കൃഷിയിടത്തിലെ 1 പിടി മണ്ണ് ചേർക്കുക. തുടർന്ന് 200 ലിറ്റർ വെള്ളം ചേർത്ത് ഘടികാര ദിശയിൽ 6 മണിക്കൂർ ഇടവിട്ട് 2-3 ദിവസം ഇളക്കുക. ഒരു ചാക്ക് നനച്ച് ഈ പാത്രം മൂടുന്നത് നല്ലതാണ്. ഇത് 1 ഏക്കർ സ്ഥലത്തേക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതും ഒരാഴ്ചയ്ക്കുള്ളിൽ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. മണ്ണിലെ സൂക്ഷ്മാണുജീവികളുടെ അളവ് ക്രമാതീതമായി കൂട്ടാൻ സഹായിക്കുന്ന ഒരു ജൈവക്കൂട്ടാണ് ജീവാമൃതം. ഇന്നിപ്പോൾ ജീവാമൃതം നമുക്ക് ഖരരൂപത്തിലും തയ്യാറാക്കാനായിട്ട് സാധിക്കും. ഇത് നമുക്ക് 6 മാസം വരെ സൂക്ഷിച്ചു വെക്കാം എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഖരജീവാമൃതമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 100 കിലോ ചാണകത്തിൽ 2 കിലോ പയറുപൊടിയും 2 കിലോ ശർക്കരയും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇതിലേക്ക് കൃഷിയിടത്തിലെ 1 പിടി മണ്ണും ചേർക്കുക. ഇനി ഇത് ഗോമൂത്രം ചേർത്ത് നന്നായി ഉരുട്ടിയെടുക്കുക. 6 മാസം വരെ സൂക്ഷിക്കാവുന്ന ഇത് ചെടികൾ നടുന്ന സമയത്ത് പൊടിച്ച് അടിവളമായി ഉപയോഗിക്കാം. മണ്ണിൽ സൂക്ഷ്മാണുക്കളുടെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതോടൊപ്പം ഇലകളിൽ ടോണിക്കിന്റെ ഗുണവും നൽകുന്ന മറ്റൊരു ജൈവക്കൂട്ടാണ് പഞ്ചഗവ്യം. പേര് അന്വർത്ഥമാക്കുന്നതുപോലെ പശുവിൽ നിന്നുള്ള 5 ഉൽപ്പന്നങ്ങൾ കൊണ്ടാണ് പഞ്ചഗവ്യം ഉണ്ടാക്കുന്നത്. ഇതിനായി ആദ്യം 7 കിലോ ചാണകവും
1 കിലോഗ്രാം പശുവിൻ നെയ്യും ചേർത്ത് നന്നായി കുഴയ്ക്കുക. ഇത് 3 ദിവസം ഒരു പാത്രത്തിൽ അടച്ചു വയ്ക്കുക. 3 ദിവസത്തിന് ശേഷം 10 ലിറ്റർ ഗോമൂത്രവും 10 ലിറ്റർ വെള്ളവും ഇതിലേക്ക് ചേർക്കുക. ഇത് 15 ദിവസം വയ്ക്കുക. രാവിലെയും വൈകുന്നേരവും ഇളക്കുന്ന പ്രക്രിയ തുടരുക. 15 ദിവസത്തിന് ശേഷം 3 ലിറ്റർ പശുവിൻ്റെ പാല്, 2 ലിറ്റർ തൈര്, 3 ലിറ്റർ ഇളനീർ വെള്ളം, 3 കിലോഗ്രാം ശർക്കര, 12 പൂവൻ പഴം എന്നിവ ചേർത്ത് 15 ദിവസം കൂടി വയ്ക്കുക. ദിവസവും ഒരു പ്രാവശ്യമെങ്കിലും ഇളക്കി കൊടുക്കേണ്ടതാണ്. പഞ്ചഗവ്യം 30 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഉപയോഗിക്കുക. പഞ്ചഗവ്യം മൈക്രോന്യൂട്രിയൻസ് എന്തുമാത്രം ചെടി വളരുന്നത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന അത്ര നൈട്രജനും മൈക്രോന്യൂട്രിയൻസും സെക്കൻഡറി ന്യൂട്രിയൻസും ഒക്കെ ഉള്ള ഒരു സാധനമാണ് പഞ്ചഗവ്യം. പഞ്ചഗവ്യത്തിൻ്റെ ഒപ്പം വിവിധ ഇലസത്തുക്കൾ ചേർത്താണ് ദശഗവ്യം ഉണ്ടാക്കുന്നത്. ഇതിനായി വേപ്പിൻ്റെ ഇല, എരുകിൻ്റെ ഇല, ആടലോടകത്തിൻ്റെ ഇല, തുളസിയില, മുരിങ്ങയില തുടങ്ങിയവ ഉപയോഗിക്കാം. 1 കിലോഗ്രാം ഇല 1 ലിറ്റർ ഗോമൂത്രത്തിലിട്ട് 10 ദിവസം വയ്ക്കുക. വിവിധ ഇലകൾ വെവ്വേറെയാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. അതിനുശേഷം ഓരോ ഇലസത്തുക്കളും 1 ലിറ്റർ വീതം മൊത്തം 5 ലിറ്റർ ഇലസത്ത് 5 ലിറ്റർ പഞ്ചഗവ്യത്തിലേക്ക് ഇളക്കി ചേർക്കുക. 25 ദിവസത്തിന് ശേഷം ഇത് ഉപയോഗിക്കാം. ഈ ദശഗവ്യം മണ്ണിലെ സൂക്ഷ്മജീവികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ കീടരോഗങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതും. ജൈവ കൃഷിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന 2 കീടനാശിനികളെക്കുറിച്ച് ഇനി നമുക്ക് നോക്കാം. ഇതിൽ ആദ്യം പരിചയപ്പെടുത്തുന്നത് പുകയില കഷായത്തെക്കുറിച്ചാണ്. പുകയില കഷായമുണ്ടാക്കാൻ 50 ഗ്രാം പുകയില വേണം. പുകയില കഷണങ്ങളാക്കി 500 മില്ലി വെള്ളത്തിൽ 24 മണിക്കൂർ കുതിർത്തു വയ്ക്കുക. 24 മണിക്കൂറിന് ശേഷം പുകയില ലായനി നന്നായി അരിച്ചെടുക്കുക. ഇതിലേക്ക് 10 ഗ്രാം ബാർ സോപ്പ് 50 മില്ലി ചൂടുവെള്ളത്തിൽ നന്നായി ലയിപ്പിച്ച് ചേർത്തിളക്കുക. ഇതിലേക്ക് 3 ലിറ്റർ വെള്ളം ചേർത്താൽ പുകയില കഷായം തയ്യാറായി. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെ, പ്രത്യേകിച്ചും പയറിലെ മുഞ്ഞ, അതുപോലെ തന്നെ പലതരത്തിലുള്ള പുഴുക്കൾക്കെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന, വീടുകളിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ജൈവ കൂട്ടാണ് പുകയില കഷായം. പുകയില കഷായം ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിയുന്നതും ഉണ്ടാക്കി അന്ന് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പുകയില കഷായം സ്പ്രേ ചെയ്ത തോട്ടങ്ങളിൽ നിന്ന് ഒരു 2 അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രം വിളവെടുക്കാനും ശ്രദ്ധിക്കുക. പുകയില കഷായം പോലെ തന്നെ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്കെതിരെ എളുപ്പം ഉണ്ടാക്കി ഉപയോഗിക്കാവുന്ന ഒരു ജൈവ കൂട്ടാണ് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം. ഇതുണ്ടാക്കുന്നതിനായി 5 ഗ്രാം ബാർ സോപ്പ് 50 മില്ലി ചൂടുവെള്ളത്തിൽ നന്നായി അലിയിച്ചു ചേർക്കുക. ഇതിലേക്ക് 20 മില്ലി വേപ്പെണ്ണ അളന്ന് ചേർത്ത് നന്നായി ഇളക്കുക. തുടർന്ന് 20 ഗ്രാം വെളുത്തുള്ളി നന്നായി ചതച്ചരച്ച് ചേർക്കുക. തുടർന്ന് ചേരുവകൾ യോജിക്കുന്നതിന് വേണ്ടി ഇളക്കി 1 ലിറ്റർ വെള്ളം ചേർത്താൽ വെളുത്തുള്ളി മിശ്രിതം തയ്യാറായി. ഇങ്ങനെ ഉണ്ടാക്കിയ മിശ്രിതം കഴിയുന്നതും വേഗം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ജൈവ കീടനാശിനികൾ, പ്രത്യേകിച്ച് വേപ്പെണ്ണ വെളുത്തുള്ളി എമൽഷൻ പോലെയുള്ളവ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അന്നത്തെ ആവശ്യത്തിനുള്ളത് മാത്രം തയ്യാറാക്കി അത് അന്ന് തന്നെ ഉപയോഗിച്ച് തീർക്കാൻ ശ്രദ്ധിക്കുക. മറ്റൊന്ന്, കഴിയുന്നതും വൈകുന്നേരങ്ങളിൽ തളിക്കാൻ ശ്രദ്ധിക്കുക. വേറൊരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കേണ്ടത്, ഇതൊരിക്കലും ഒരു കീടബാധ രൂക്ഷമായി കഴിഞ്ഞ് കീടബാധങ്ങളെ മുഴുവൻ കൊന്നൊടുക്കാൻ സഹായിക്കുന്ന ഒരു മാർഗമല്ല. പ്രതിരോധ മാർഗം എന്ന നിലയിലാണ് ഇത് കൂടുതൽ ഫലപ്രദം. അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ ആഗിരണം ചെയ്ത് ശേഖരിക്കാൻ കഴിയുന്ന ഒരു പായലാണ് അസോള. ഇത് വളരെ എളുപ്പം നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ വളർത്തിയെടുക്കാൻ കഴിയും. ഇത് ഓരോ ആഴ്ചയും വാരി കുറേശ്ശെ നമ്മുടെ പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ
ആ പച്ചക്കറിയുടെ ഇലയുടെയും മറ്റും വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ്റെ ഏകദേശം 30 മുതൽ 50% ഈ രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. പച്ചക്കറികളിലെ വിവിധങ്ങളായിട്ടുള്ള കീടങ്ങൾക്കെതിരെ പല ജൈവ കുമിളുകളും ഇപ്പോൾ ലഭ്യമാണ്. ബിവേറിയ, വെർട്ടിസീലിയം, മെറ്റാറൈസിയം പോലെയുള്ളവയാണ് പ്രധാനമായും ഉപയോഗിച്ചു വരുന്നത്. ഇതിൽ വെർട്ടിസീലിയം നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെയാണ് കൂടുതൽ ഫലപ്രദമായിട്ടുള്ളത്. ബിവേറിയ പുഴുക്കൾക്കും വണ്ടുകൾക്കുമെതിരെ വളരെ ഫലപ്രദമായ രീതിയിൽ നിയന്ത്രണം തരികയും ചെയ്യുന്നു. ഈ വെർട്ടിസീലിയവും ബിവേറിയയും പോലെയുള്ളവ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി അല്പം പശ കൂടി അല്ലെങ്കിൽ സോപ്പ് ലായനി കൂടി ചേർത്ത് തളിച്ചു കൊടുക്കുന്നത് വളരെ ഫലപ്രദമാണ്. കഴിയുന്നതും വൈകുന്നേരങ്ങളിലാണ് ഈ വെർട്ടിസീലിയമോ ബിവേറിയോ തളിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ജൈവ കൃഷിയിൽ ഇന്ന് വ്യാപകമായി ഉപയോഗിച്ചു വരുന്ന 2 ഉൽപ്പന്നങ്ങളാണ് സ്യൂഡോമോണസും ട്രൈക്കോഡെർമയും. ചെടിയിൽ ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള രോഗങ്ങൾക്കെതിരെ പ്രതിരോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ജൈവ ഉൽപ്പന്നങ്ങളാണ് സ്യൂഡോമോണസും ട്രൈക്കോഡെർമയും. സ്യൂഡോമോണസ് പല രീതിയിൽ ഉപയോഗിക്കാം. ആദ്യമായി വിത്ത് പരിചരണത്തിനാണെങ്കിൽ 10 ഗ്രാം 1 കിലോ വിത്തിൽ എന്നുള്ള രൂപത്തിൽ നമുക്ക് വിത്ത് പരിചരണത്തിനായി ഉപയോഗിക്കാം. തൈകൾ നടുന്നതിന് മുമ്പ് സ്യൂഡോമോണസ് അടങ്ങിയിരിക്കുന്ന ലായനിയിൽ മുക്കിയതിന് ശേഷം നടുന്നത് ആദ്യഘട്ടത്തിൽ വരുന്ന ചീച്ചൽ രോഗങ്ങളിൽ നിന്നും സംരക്ഷണം കിട്ടാൻ സഹായിക്കും. അതുപോലെ തന്നെ പാടങ്ങളിൽ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്യുന്നത് ഈ പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നതിൽ നിന്ന്, ഇലപ്പുള്ളി രോഗം, അതുപോലെ തന്നെ ചീച്ചൽ രോഗം, അങ്ങനെ പല രോഗങ്ങൾ വരുന്നതിൽ നിന്നും ചെടിയെ സംരക്ഷിക്കും. ഈ സ്യൂഡോമോണസിൻ്റെ ഉപയോഗം പോലെ തന്നെ ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നമാണ് ട്രൈക്കോഡെർമ. ചാണകത്തിൽ സാധാരണഗതിയിൽ നമ്മൾ വളർത്തിയെടുത്തതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അഭികാമ്യമായ രീതി. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പലതരത്തിലുള്ള കുമിൾ രോഗങ്ങളിൽ നിന്നും ചെടികൾക്ക് സംരക്ഷണം കൊടുക്കും. ജൈവകൃഷിയുടെ വിജയം ചെടികളുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്നതിലൂടെയാണ്. ആരോഗ്യമുള്ള ചെടികൾക്ക് രോഗകീട ആക്രമണത്തിൽ നിന്നും എളുപ്പം രക്ഷ നേടാം. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ ജൈവക്കൂട്ടുകളുടെ നിർമ്മാണവും ഉപയോഗവും പ്രാധാന്യമർഹിക്കുന്നു. ഹരിതം കാർഷിക കേരളം, സുഹൃതം സുന്ദര ഭാരതം. കേരം തിങ്ങും കേരള നാടോ സുഗന്ധ വിളയാൽ പുകൾ പെറ്റു. കാലികൾ നൽകും ക്ഷീരസമൃദ്ധി, നല്ലൊരു നാളേക്കഭിവൃദ്ധി. ഹരിതം കാർഷിക കേരളം, സുഹൃതം സുന്ദര ഭാരതം. നെല്ലും പച്ചക്കറികളുമായി നമ്മുടെ കർഷകർ മുന്നോട്ട്. അവരുടെ വിയർപ്പുമണികളുതിർന്നീ മണ്ണിൽ പൊൻകതിർ വിളയുന്നു. ഹരിതം കാർഷിക കേരളം, സുഹൃതം സുന്ദര ഭാരതം. ഒത്തൊരുമിക്കാം നമുക്കൊരുക്കാം നല്ലൊരു കാർഷിക സംസ്കാരം. മാനവ ജീവനു മഹത്വമേകും സുന്ദര സുരഭില സംസ്കാരം. ഹരിതം കാർഷിക കേരളം, സുഹൃതം സുന്ദര ഭാരതം.